ഹായ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗൈസ്, ഞാൻ ഒന്ന് പെരിയാരം പോയാട്ടാ. പെരിയാരം മെഡിക്കൽ കോളേജിൽ തഫിനെയും കൂട്ടുന്നുണ്ട്. ഞാനും തഫി ഇനുവിനെ കൂട്ടുന്നില്ല. രാത്രിയല്ല, ഇപ്പോൾ രാത്രിയാട്ടാ. അപ്പോൾ രാത്രി സമയം ഇപ്പം 9:30 മണിയായി. നമ്മളെ പെങ്ങളെ കുട്ടി പനിയായിട്ട് അഡ്മിറ്റാണ് പെരിയാർ. ഇപ്പോൾ ഇന്നലെ നാളെ മറ്റന്നാളായിട്ടും ഡിസ്ചാർജ് ആവും. ഓക്കെ, പോവാ. നീ വരണ്ട മോളെ, നീ വരണ്ട. വേഗം വരും നമ്മ കേട്ടോ, വേഗം വരും. ഓള് കരയും. പോവാ. ടാറ്റ ടാറ്റ ടാറ്റ. കരിയുന്നുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല, അത് ശരിയാവും. ഗായ്സ്, ഇപ്പം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. മോശമില്ലാത്ത തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നവംബർ ഡിസംബർ, ഇത് നവംബറിലെ വരുമ്പോലെ ആയി തണുപ്പ് തുടങ്ങി. ഡിസംബറിലാകുമ്പോഴത്തേക്ക് അടിപൊളി തണുപ്പ് വരും. നമ്മളെ മെയിൻ റോഡ് ഗായ്സ് തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ടെത്തുമ്പോൾ മോശമില്ലാത്ത തണുപ്പുണ്ട്. ചെറുതായിട്ട് മഞ്ഞ് പോകുന്നുണ്ട്, ചെറുതായിട്ട്. ഗൈസ്, അങ്ങനെ പരിയാരം എത്തിയിരിക്കുകയാണ്. പരിയാരം ഹൈവേയിൽ കയറി. റോഡ് പണി നടക്കുന്നുണ്ട്. ഇതാകണ്ട, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിനി. കണ്ടയുടെ ഫ്ലൈ ഓവർ പണി നടക്കുന്നുണ്ട്. NH-66 റോഡിൻ്റെ ഭാഗമായിട്ട് ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതെ, അവരാണ് പെണ്ണല്ലേ? ആണ്ട സൗണ്ടല്ലോ വന്നിനി. ആണ്ട സൗണ്ടല്ലോ വന്നിനി. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ചർച്ചിലെന്തോ പെരുന്നാൾ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. കണ്ടോ, ചമയിച്ചിട്ട് പെരുന്നാളാന്ന് തോന്നുന്നു. ചർച്ചിലെന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട്. എന്താ ഫ്ലൈ ഓവർ. അങ്ങനെ പെരിയാർ മെഡിക്കൽ കോളേജിലൊക്കെ കയറുകയാണ്. ഇപ്പോൾ ഇതിലൂട്ടിയാണ് കയറേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിലൂട്ടിയാണ് കയറാം. ഇതാ പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ്. ഇങ്ങോട്ട് കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. വണ്ടി ഇവിടെ തന്നെ വെക്കാം. വണ്ടി ഇവിടെ വെക്കാം. ഇന്നലെ ഇവിടെ തന്നെ വെച്ചേ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മിന്നുണ്ട് ഗൈസ്, മഴ പെയ്യൂല. പക്ഷെ വണ്ടി ഇവിടെ വെച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ നടന്ന് കയറുകയാണ് പെരിയാർ മെഡിക്കൽ കോളേജ്. അതാ ഫീൽഡ്. ഗൈസ്, നടക്കൂല ഈ സമയത്ത് കയറൽ നടക്കൂല. അത് സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി പറഞ്ഞ് 10 മണി, രാത്രി 10 മണിയായില്ലേ, ഇപ്പം കയറ്റി വിട്ടാൽ വിസിറ്റേഴ്സിനെ കയറ്റി വിട്ടാൽ ശരിയാവില്ല. രാത്രി 10 മണിക്ക് ശേഷം വിസിറ്റേഴ്സ് അലോഡല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ വന്നു എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഉണ്ടായിനി. ഞാൻ പിന്നെ ഉച്ചക്കാ പോയതല്ലേ. ഞാൻ ഉച്ചക്കല്ലേ വീട്ടിലെത്തിനീട്. ഉച്ചക്ക് തന്നെയല്ലേ? എപ്പോൾ ഉണ്ടായിനി ഇവിടെ? ഞാൻ ഉച്ചക്കാ വന്നല്ലേ. കഞ്ഞി എടുത്തിട്ട് വന്നു ഉച്ചക്ക്. കുഞ്ഞിക്ക് കഞ്ഞി എടുത്തിട്ട് വന്നേ. അവനോടൊന്ന് നാളെ രാവിലെ വന്നാൽ മതി. അപ്പോൾ ഞാനും തഫി ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുന്നു. എന്തേലും തഫി ഇന്നെ കറുത്തിട്ട് കാണുന്നതന്നെയില്ല. എന്ത് നാളെ വരാന്നാ? എന്നാൽ പിന്നെ നാളെ വരാം അല്ലേ? നാളെ വരാം ഗൈസ്. നടക്കൂല. നമ്മളെ മാത്രമല്ല കേട്ടോ, ആരും ഈ സമയത്ത് കയറ്റി വിടുന്നില്ല. സ്പീഡിലാണ് വരിക. ഞാൻ പറഞ്ഞേ, നമ്മളെ മിഥിലാജും വൈഫും വന്നിട്ടുണ്ട്. അവരും ഇവിടെ എവിടെയോ ഉണ്ട് പോലും. വാ
നമ്മളങ്ങനെ വണ്ടീൻ്റെ അടുത്തെത്തി. ഇവിടെ തീരെ ലൈറ്റ് ഇല്ല കേട്ടോ, നല്ല ഇരുട്ടാണ് ഗൈസ്. വേഷങ്ങൾ ജന്മങ്ങൾ കറ് വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണി ജീവിതവേഷം. കണ്ണീരിൻ ഒരു വേഷം, സന്തോഷം പുതുവേഷം, നീൾ നാടകമാടുകയാണീ ജീവിതമാകെ. ഇതാ ഫ്ലൈ ഓവറിൻ്റെ പണി. രാത്രിയൊന്നും പണിക്കാറൊന്നുമില്ല കേട്ടോ. ഇതിലോട്ടിപ്പോൾ പോകൽ ഭയങ്കര മുഷ്കിലാണ്. പൊടിയായിരിക്കും, കംപ്ലീറ്റ് പൊടിയായിരിക്കും. ഓ എന്താ ലോറിയെല്ലാം പോയിട്ട് പൊടിയോട് പൊടി പൊടി കണ്ണിലുള്ള അല്ലേ, പൊടി പൊടിയോ പൊടി. ആ ലോറിൻ്റെ പാക്കറ്റ് ആയതുകൊണ്ടാവും. പോയിക്കോ 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 പോയിക്കോ, തിരക്കിലെല്ലാം പോയിക്കോ, നമുക്കൊരു തിരക്കൊന്നുമില്ല. അങ്ങനെ പെരിയാർ മെഡിക്കൽ കോളേജിൽ വന്ന് കയറാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ആളുകളിൽ 2 ആളുകൾ. കേട്ടമല്ലേ ഒരു പൂ തരാമോ, കേട്ടമല്ലേ ഒരു കായ് തരാമോ, മന്ദാകിനേ ഒന്നാകുമോ സ്വന്തമരേ ബന്ധാരമേ. ഓഹോ ഫുൾ ബോബു തന്നെ, ബോബു ഫുൾ ബോബു ഗൈസ്. അങ്ങനെ നമ്മൾ നിരമ്പുറത്തി. നിരമ്പുറം പോയിട്ട് അല്ല, നിരമ്പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങണം. സാധനം വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം കേട്ടോ. ലൈഫ് ബോയ് സോപ്പ് വാങ്ങാം. ആ സോപ്പ് വാങ്ങട്ടെ. ഞാൻ എന്നിട്ട് ഒരു സോപ്പ് കൊണ്ട് ലൈഫ് ബോയ്, ഒരു ലൈഫ് ബോയ് സോപ്പ് ഇവിടുന്ന് വേണോ? ലൈഫ് ബോയ് ലൈഫ് ബോയ് ലൈഫ് ബോയ് ലൈഫ് ബോയ്. അങ്ങനെ ഒരു സോപ്പും വാങ്ങി നമ്മൾ വീട്ടിലേക്ക്. ഇവിടെല്ലാം ബോബുവാണ്, നായാണ് ഫുള്ള്. അവിടെയുള്ള നായന എത്ര നായ്ക്കളെന്നറിയാം, ഫുൾ നായ്ക്കളാ. നായ്ക്കളെടുക്കൊണ്ട് കളി. വയസ്സ് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. തണുക്കുന്നു. മഞ്ഞുണ്ട് മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പിഷ്കും കറിയും സോപ്പിന്ന ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം. എത്ര പൈസ? 38 രൂപ അല്ലേ ലൈഫ് ബോയ്ക്ക്? 38 രൂപ. ലൈഫ് ബോയ് എന്താ പോയിട്ട് മടങ്ങി. ആരാന്ന് കഴിച്ച വിളിച്ചിനാ? ആ മിഥുരാജിനെ കണ്ടിട്ടില്ല.